2025 ഡിസംബർ കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്താണ് വെരിഫിക്കേഷൻ? 30/6/2026 മുതൽ 12/7/2026 വരെയുള്ള ദിവസങ്ങളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. സോ ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും ഏത് ദിവസമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അറിയിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്താനുള്ളവർ നേരിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. അതല്ലാതെ മറ്റ് ദിവസങ്ങളിൽ ചെന്നാൽ നമുക്ക് വെരിഫിക്കേഷൻ നടത്തി കിട്ടുന്നതല്ല. അതുകൊണ്ട് അറിയിക്കുന്ന ദിവസം തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെല്ലേണ്ടതാണ്. ഓർക്കേണ്ട കാര്യം, കേട്ടറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഉള്ളവർ മാത്രമാണ് വെരിഫിക്കേഷന് പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ എല്ലാ യോഗ്യതകളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ പകർപ്പ് കൂടെ നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹോൾ ടിക്കറ്റ്. പരീക്ഷ എഴുതുന്ന സമയത്ത് ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ പുതിയ ഹോൾ ടിക്കറ്റ് ആർക്കെങ്കിലും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പ് ആവശ്യമില്ല. അല്ലായെങ്കിൽ ഒറിജിനലി പരീക്ഷ എഴുതിയ സമയത്ത് ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള അതേ ഹോൾ ടിക്കറ്റ് തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തത് SSLC സർട്ടിഫിക്കറ്റ്, ദെൻ +2 സർട്ടിഫിക്കറ്റ്, അതിനുശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് അത് മതിയാകും. ഓർക്കേണ്ടത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം മാർക്ക് ലിസ്റ്റുകളും കയ്യിൽ കരുതണം. അടുത്തത് BEd ഓർ DLEDൻ്റെ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതുക. അതിനുശേഷം പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കേട്ടറ്റിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ഔട്ടാണ്. റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. പരീക്ഷാ ഫീസ് ഇളവ് അല്ലെങ്കിൽ ജാതിയുടെ ആനുകൂല്യം, അതായത് സംവരണം എന്നിവ ലഭിച്ചിട്ടുള്ളവർ ഇതിന് അർഹരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകളോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ ഏതാണോ നമുക്ക് ബാധകമായിട്ടുള്ളത് അതിൻ്റെ ഒറിജിനലും നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ്. കേരളത്തിന് പുറത്തു നിന്നാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ തുല്യതാ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ കരുതേണ്ടതാണ്. പരീക്ഷ എഴുതുന്ന സമയത്ത് BEd ഓർ DLED പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ റിസൾട്ട് വന്ന് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം മാത്രമാണ് വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് പകരം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാം. എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റുകളും ഒറിജിനൽ ഓർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവണം എന്ന് മാത്രം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സമയങ്ങളിൽ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തൊട്ടടുത്ത് വരുന്ന കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമാണ് പുതിയൊരു വെരിഫിക്കേഷന് അവസരമുണ്ടാവുകയുള്ളൂ. എന്നാൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ വെരിഫിക്കേഷൻ ചെയ്തു നൽകുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതില്ല. എല്ലാവരുടെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരുമിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. താങ്ക്